ഹലോ ഫ്രണ്ട്സ്, കുറച്ച് വൈകിപ്പോയിട്ടാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇത് വേറൊന്നുമല്ല, നമ്മൾ രണ്ടാം പെരുന്നാളിന് ചാവക്കാട് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുത്തമ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറൈൻ വേൾഡിൽ പോയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ലാത്ത നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ പോയിട്ട് കേട്ടോ. 400 രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത്. പക്ഷേ അതിന് മാത്രം അതിനുള്ളിൽ കാണാനുണ്ട്. അത് ഞാൻ ഒരുപാട് അക്വാഷോക്ക് പോയിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് ഓരോ എക്സ്പീരിയൻസ് പോലെ ആയിട്ട് പല ടൈമിനും വന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര അടിപൊളിയായിട്ട് അക്വാ ഷോ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് കണ്ട കറക്റ്റ് കാക്കത്തൂവൽ പോലെ ഇരിക്കുന്നുണ്ട്. ഈ ഫിഷിനെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു തൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാതിരിയാണ് തോന്നുന്നത്. നല്ല അടിപൊളിയാണ്. ഇതേ കിടക്കുന്ന ഒരു മത്സ്യകന്യകി അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പോയിട്ട്. ഇത് കണ്ടിട്ട് ഉമ്മ കരിമീനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പൊരിച്ചത് നാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടാൽ നല്ല ജീവനുള്ള വലിയ മീനുകളാണ്. നമ്മൾ വിചാരിക്കും ഇത്രയുള്ള മീനുകളൊക്കെ അടുത്തുനിന്ന് നല്ല ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയൊരു 100 രൂപയൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ഫുഡ് തെറാപ്പി ഉണ്ടല്ലോ ഫിഷിൻ്റെ, അത് കിസ്സിങ് ഫിഷ് സ്പാ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അൺലിമിറ്റഡ് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നല്ലൊരു ബോത്തായിട്ടാണ് തോന്നിയത്. ഞാനിതിനുള്ളിൽ കാലിട്ടിരുന്നിട്ട് പിന്നെ എണീക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വേറെ ഒരു മങ്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ടൊക്കെ ഇന്നേം ഐഷയൊക്കെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു മത്സ്യകന്യക കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒറിജിനൽ മത്സ്യകന്യക ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.